ഉണ്ണികൃഷ്ണ, ദേ ഉണ്ണികൃഷ്ണ, ഇങ്ങോട്ട് നോക്കി. ഈ 500 രൂപ വെച്ച എന്റെ പൊന്നു മോനെ. കൈ നിറച്ച് കിട്ടുമെന്നാണ് വിചാരിച്ചത്. കൈവീശി അടിച്ചിട്ടാണല്ലോ ദൈവമേ പോയത്. എവരാണെങ്കിൽ 1000 രൂപ എടുത്ത് പിടിച്ചത്. എന്തൊരു ഉണ്ണികൃഷ്ണ, ഞാനിപ്പോ എന്തിനാ 1000 രൂപ തന്നേന്നല്ല നീ ചിന്തിക്കണത് ഇപ്പൊ? അതെ, ഇത്രയും കാലം നമുക്ക് തോന്നാത്തൊരു ബുദ്ധി നിനക്ക് തോന്നിയതിന്റെ പേരിൽ തന്നത്. ഇപ്പൊ എനിക്ക് ഓണം ബമ്പർ അടിച്ച മാതിരി തന്നെ തോന്നണത്. അല്ല ഉണ്ണികൃഷ്ണ, നീ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഞാൻ ഇന്ന് മുതൽ ശ്രമിക്കാം കേട്ടാ. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ഹലോ, എന്ത് പറ്റി സാറേ? ഹലോ ഉണ്ണികൃഷ്ണ, ഡേ ഞാൻ ധർമ്മരാജനാണ് വിളിക്കണത്. റിസപ്ഷന്റെ ആപ്പാസിറ്റ് ഇരിക്കുന്ന ഗാർഡനിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ ഉണ്ണികൃഷ്ണൻ സാറേ? ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടാ. എന്താ ഇവിടെ തന്നെ ഉണ്ടോ? ഇതാ വന്നു സാറേ. ഓ വാ വാ, വാടാ മോനെ വാ. ആ സാറേ, പറ സാറേ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നിന്റെ തലക്കകത്തെന്താ പിന്നാക്കാണോ? അവരെന്തിനാടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? അവരെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞല്ലോ എന്നോട്. ഇവരെ വിളിച്ചോണ്ട് വരണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എന്നോട്. ഓ, എന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ലേ ഈ പൊട്ടൻ? നീ കൂട്ടിക്കൊണ്ടുവന്ന ആളുകളില്ലേ, അവരെന്റെ പുക കണ്ടേ അടങ്ങൂ. ഇപ്പൊ പിടികിട്ട് കേട്ടാ, അവര് രണ്ടുപേരും സാറിന്റെ വൈഫ് അല്ലേ? എന്റെ ദൈവമേ, കുറച്ചെടുത്തായിട്ട് മാറിയല്ലടാ. കണ്ണാടി ഊരടാ. എന്തിനു സാറേ? നിന്റെ കല്യാണം നടത്താൻ. പോന്നോര് വരുന്നവര് എടുത്തിട്ട് അടിക്കാൻ ഞാനെന്തൊരു ചെണ്ടയാ? ഫ്രഷേഴ്സ് ഡേ ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുക. അതിന്റെ ഇടയ്ക്ക് ലാസ്റ്റ് സെമ്മായത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. 3 വർഷം കടന്നു പോയത് അറിഞ്ഞില്ലടാ. നമ്മൾ ഇനി 2 മാസം കൂടി കഴിയുമ്പോ പിരിയണോന്ന് ഓർക്കുമ്പോഴാ. നീ പേടിക്കണ്ട മോളെ. നീ എവിടെ PGക്ക് ജോയിൻ ചെയ്താലും നിന്റെ വാലായിട്ട് ഞാനുണ്ടാവും. അപ്പൊ പിന്നെ ഇനിയുള്ളൊരു 2 വർഷം കൂടി നമുക്ക് അടിച്ചു പൊളിക്കാലോ. എനിക്കും PG ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ അവസ്ഥ ഇനി എന്തായിരിക്കുമെന്ന് എനിക്ക് അറിയില്ലടാ. എടി, എന്തൊക്കെ നീ പറയുന്നേ? നിന്റെ വീട്ടിലുള്ളവരെ നിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഒന്നും ചെയ്യില്ല എന്നല്ലേ പറഞ്ഞേ? ആ നോക്കാം. എടി നിർത്ത്, ഞാനിവിടെ ഇറങ്ങാം. 3 വർഷമായിട്ട് ഞാൻ നിന്നെ ഇവിടെ തന്നെയല്ലേ ഡ്രോപ്പ് ചെയ്യുന്നേ. ഞാൻ നിർത്തിയില്ലെങ്കിലും എന്റെ സ്കൂട്ടർ ഇവിടെ എത്തുമ്പോ താനെ നിന്നോളും. ശരി, നീ സൂക്ഷിച്ചു പോണേ. നമുക്ക് നാളെ കാണാം. ഇന്ന് എനിക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട് മോളെ. ഞാൻ എന്തായാലും നിന്റെ വീട്ടിലൊന്നും ഒരു കോഫി കുടിക്കാതെ പോകുന്നില്ല. എന്താടി വീട്ടിൽ വരുന്നെന്ന് പറഞ്ഞപ്പോഴേക്കും മുഖം മാറിയത്? എന്റെ വീട്ടിൽ കാപ്പി ഉണ്ടാക്കാനൊന്നും ആരും ഉണ്ടാവില്ല ഇപ്പോ. നിന്നെ പരിചയപ്പെട്ട കാലം മുതലേ ഒരു ദിവസമെങ്കിലും നീ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യോ? നിന്റെ പാരന്റ്സിനെ പരിചയപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? കൂടെ പഠിക്കുന്ന ആരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരരുതെന്ന് അവർ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ? അങ്ങനെയൊക്കെ ആരെങ്കിലും പറയോടാ? എന്റെ കുടുംബം വളരെ വലിയ കുടുംബാ. നീ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ. നിന്റെ കുടുംബം കൂട്ടുകുടുംബാണോടാ? എനിക്ക് ജോയിന്റ് ഫാമിലി എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടാ. ഇന്ന് ഞാൻ നിന്റെ കൂടെ വരും. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. വാ പോവാം. വാ കേറ്. ഇതല്ലേ നിന്റെ വീട്? ഇതല്ല. ഇതാണോടാ? ഇതുമല്ല. എടി നിർത്ത്. എടി, ഇവിടെയോ? ഇവിടെ എവിടെ വീട്? ഇനി ഓഫനേജ് നിന്റെ വീടെന്ന് വല്ല പറഞ്ഞു കളയോ നീ എന്നോട്? അതെ, ഈ കാണുന്ന തന്നെ എന്റെ വീട്. എന്തൊക്കെ നീ പറയുന്നേ? നീ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുമ്പോ നീ ഏതോ വലിയൊരു കുടുംബത്തിലെ ഒറ്റ മകളാന്നാ ഞാൻ വിചാരിച്ചേ. ഇങ്ങനെ ആരും ഇല്ലാതെ. ഞാൻ ആരാണെന്ന് മനസ്സിലായതും നിനക്കെന്റെ മേൽ ഒരു സഹതാപം തോന്നുന്നില്ലേ? അതില്ലാതിരിക്കാനാ ഇത്രയും നാളും നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാതിരുന്നത്. എത്ര വലിയ സങ്കടം നീ ഇങ്ങനെ മനസ്സിലൊളിപ്പിച്ച് നടന്നേ. എനിക്ക് സങ്കടമൊന്നുമില്ല, സന്തോഷ. എനിക്ക് ചിലപ്പോ ഒരു കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ, അച്ഛൻ, ഏട്ടൻ, അനിയത്തി, ഇങ്ങനെ കുറച്ച് റിലേറ്റീവ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ എനിക്ക് നിറയെ ബന്ധുക്കളുണ്ട്. കടമയായി കാട്ടേണ്ട സ്നേഹം എല്ലായിടത്തും കിട്ടും. എന്നാൽ കളങ്കം ഒട്ടുമില്ലാത്ത സ്നേഹം
ഇവിടെ മാത്രം നിനക്ക് കാണാൻ കഴിയും. ആ സ്നേഹം എനിക്കും അറിയണം. നീ അകത്തേക്ക് വാ. വാ. കളിക്കാം കളിക്കാം. അതിനെല്ലാം മുൻപ് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാ. ഹായ്. ഇവളുടെ പേര് രേണുക. നന്നായി പഠിക്കും, പക്ഷെ അതേപോലെ നല്ല ഉറക്കവാ. രാവിലെ ഇവളെ എണീപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും പെടാ പാടുപെടും. ചേച്ചി എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴേ നല്ല കാര്യങ്ങൾ മാത്രം പറയേ, നെഗറ്റീവ് ഒന്നും പറയല്ലേ, എല്ലാം സീക്രട്ട് ആയിട്ട് വെച്ചോ. നീ ആള് കൊള്ളാലോ. കുറുമ്പിപ്പാറു, കേട്ടില്ല ഇവള് പറയുന്നേ. ശരി, എല്ലാരും പോയിക്കോ, പോയി കളിച്ചോ. സൂക്ഷിച്ച് കളിക്കണേ. ബാക്കി ആളുകളൊക്കെ പരിചയപ്പെടുത്തി തരാം. വണ്ടി ഇവിടെ ഇരുന്നോളും. നീ വാ. ഹായ് ചേച്ചി. എത്തിയല്ലേ? ഇവള് വിദ്യ. SSLCയില് ഡിസ്ട്രിക്റ്റില് ഫസ്റ്റ് ആയിരുന്നു ഇവൾക്ക്. ഓ ആണോ? ഡോക്ടറായി ഇതേ സ്ഥലത്ത് തന്നെ സർവീസ് ചെയ്യണമെന്നാ ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എന്റെ ലക്ഷ്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് സീത ചേച്ചി തന്നെ കാരണം. എടി, അതിന് ആര് കാരണമായാലും നീ പഠിച്ചിട്ട് തന്നെയല്ലേ? ഞാൻ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എത്രയോ രാത്രികളിൽ ചേച്ചി ഉറക്കളച്ചിരുന്ന് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എക്സാമിന് പോകുന്ന ഓരോ ദിവസവും ആഹാരം പോലും കഴിക്കാതെ എനിക്ക് വേണ്ടി വ്രതം എടുത്തിരിക്കില്ല ചേച്ചിയുടെ പണി. എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ അച്ചീവ്മെന്റ്സും ചേച്ചിക്കും കൂടി അവകാശപ്പെട്ടല്ല. ശരി ഡോക്ടർ സാറേ, എനിക്ക് അസുഖം വരുമ്പോ ഞാൻ നിന്റെ അടുത്ത് വന്ന് ഫ്രീ ആയിട്ട് മരുന്ന് വാങ്ങി കഴിച്ചോളാം. ഇപ്പൊ നീ പോയി പഠിക്കും. എനർജി തരാതെ പഠിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ പഠിക്കാൻ പറ്റാം? നിനക്കിപ്പൊ എനർജി വേണം, അത് കിട്ടിയാ നീ പഠിക്കുമല്ലോ. പിടിക്ക്. മതിയല്ലോ. എനർജി കുറച്ച് അധികമായി പോയി. ഞാൻ കുറച്ചങ്ങ് തിരിച്ചു തന്നേക്കാം. ഇത് ആശ്രമമാണോ അതോ കണ്ണാടിപ്പുഴ മാർക്കറ്റോ? ഇതെന്തൊരു ശബ്ദം ഇവിടെ? എടി സീതേ, നീ കോളേജിൽ പോകുമ്പോ ഇവിടെ ഉള്ളവരെല്ലാവരും മര്യാദക്കാരാ. പക്ഷെ നീ കോളേജിൽ നിന്നിങ്ങനെ തിരിച്ചു വന്നാ ഇതുങ്ങളെ കൊണ്ടുള്ള ശല്യം താങ്ങാൻ പറ്റുന്നില്ല. സോറി ചേച്ചി. എന്ത് പറഞ്ഞാലൊരു സോറി ചേച്ചി. ഇങ്ങനെ ഒച്ചം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എനിക്ക് എങ്ങനെ പഠിച്ച് കളക്ടർ ആവാൻ പറ്റും? ആരെ കളക്ടർ? നിന്നെ എടി പൊടിന്നൊക്കെ ഞാൻ വിളിക്കും. ആരാണെന്ന് നിനക്ക് അറിയില്ല. നീ ഏതടി പെണ്ണേ? ഇവളാണ് എന്റെ ചേച്ചി ദുർഗ. എന്നോട് ദേഷ്യപ്പെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഞാൻ ഇവൾക്ക് കൊടുത്തിട്ടുണ്ട്. നിനക്കൊരു മാനേഴ്സും ഇല്ല. ഫ്രണ്ടിനെ ഇങ്ങനെ പുറത്തു നിർത്തി സംസാരിക്കാ. അവളെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടോ? അങ്ങനെ ആയിക്കോട്ടെ ചേച്ചി. ഞാനൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. എന്നെ താഴെ ഇറക്കി വിട്. വാ. ശരി, പോയിക്കോ പോയിക്കോ. ഉഴപ്പാണ്ട് പോയിരുന്നു പഠിക്കോ. പോ. എടി, ഇവള് കൊച്ചുകുട്ടിയായിട്ടും എന്താ വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുന്നേ? വലിയ ആളുകൾക്ക് വരാറുള്ള ഒരു അസുഖം ഇവൾക്ക് ഈ പ്രായത്തിൽ തന്നെ വന്നു. എന്താ അസുഖം അവൾക്ക്? ഇവള് ഹാർട്ട് പേഷ്യന്റ്. എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം ഇവൾക്ക്. അച്ഛാ. വാ മോളെ. അച്ഛാ, ഇവളെന്റെ ഫ്രണ്ടാ ചിത്ര. നമസ്കാരം സർ. ഇരിക്കും മോളെ. ഏയ് വേണ്ട, കുഴപ്പമില്ല. ഇതാണ് എന്റെ അച്ഛൻ സദാശിവൻ രാമനാട്ടുകര. SSR എന്ന് എല്ലാരും വിളിക്കുന്നത്. അച്ഛനാണ് ഈ കാരുണ്യ ഓർഫനേജിന്റെ സ്ഥാപകൻ. 100 പേർക്ക് നിനക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് മദർ തെരേസ ഒരിക്കൽ പറഞ്ഞത് വേദവാക്യം പോലെ എടുത്ത് ഈ കാരുണ്യ ആശ്രമം നടത്തിക്കൊണ്ടുപോകുന്ന ആളാ എന്റെ അച്ഛൻ. 25 വർഷമായിട്ട് അനാഥരായ എത്രയോ പെൺകുട്ടികളെ ദത്തെടുത്ത് വളർത്തി അവരെയെല്ലാം അച്ഛൻ തന്നെ മുൻകൈയെടുത്ത് കല്യാണം കഴിപ്പിച്ചയച്ച് വലിയൊരു സേവന ചെയ്യുന്നത്. ഇത് സേവനമെന്ന് പറയാൻ മാത്രമൊന്നുമില്ല മോളെ. ഇതൊക്കെ ഒരു ഭാഗ്യമായി കരുതി മനസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ആയുസ് അവസാനിക്കുന്നവരേക്കും ഇതെല്ലാം തന്നെ ചെയ്യും ഞാൻ. എത്ര വലിയ കാര്യം സാർ ഇങ്ങനെ നിസ്സാരമായിട്ട് പറയുന്നേ. സാറിന് പരിചയപ്പെട്ടത് എന്റെ ഭാഗ്യമാണ്. എടി സീതേ. എന്താ ചേച്ചി, എന്തു പറ്റി? ഊമമുത്തശ്ശി രാവിലെ മുതലൊരു വക കഴിച്ചിട്ടില്ല. അത് മാത്രല്ല ചേച്ചി, ഞങ്ങള് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ട് അത് കഴിക്കില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക അവിടെ. ചേച്ചി വന്ന് മുത്തശ്ശിയെ ഭക്ഷണം കഴിപ്പിക്കുക. ശരി, ഞാൻ നീ വരുന്നു, മോള് പോയിക്കോ. അച്ഛാ,
ഞാൻ മുത്തശ്ശി ഒന്ന് കണ്ടിട്ട് വരാം. പോയിട്ട് വാ മോളെ. വാ. നിനക്ക് മുത്തശ്ശി ഭക്ഷണം കഴിക്കി, മരുന്ന് കഴിക്കാനുള്ളതല്ലേ? കുറച്ച് ഭക്ഷണം കഴിക്കും മുത്തശ്ശി. കഴിക്കാതിരുന്നാ വയ്യാണ്ടാവും. കഴിക്കുന്നതല്ലേ? കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വയ്യാണ്ടാവും. ഞാൻ കൊടുത്തോളാം. ഓ ശരി. എന്ത് പറ്റി മുത്തശ്ശി? കാലത്ത് മുതൽ ഒന്നും കഴിച്ചില്ലെന്ന് പറയുന്നത് കേട്ടല്ലോ. ഇങ്ങനെ കഴിക്കാതിരുന്ന എന്തെങ്കിലും അസുഖം വരില്ലേ? നല്ല കുട്ടിയായിട്ട് ഈ ഭക്ഷണം കഴിക്ക്. എന്താ, എന്തിനാ കഴിക്കില്ലെന്ന് മുത്തശ്ശി ഇങ്ങനെ വാശി പിടിക്കുന്നേ? എനിക്കെങ്ങനെ അറിയാനാ? മുത്തശ്ശി പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ. അയ്യോ, രാവിലെ സമയം പോയതുകൊണ്ട് പറയാൻ വിട്ടുപോയതാ. അയ്യോ, ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല. ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പോയതാ. അതെ, എന്താ നിങ്ങളോട് ഈ പറഞ്ഞോണ്ടിരിക്കണേ? ഇങ്ങനെ ആംഗ്യഭാഷ കാണിക്കാതെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞൂടെ? അതൊന്നുമല്ല ചേച്ചി. എല്ലാ ദിവസവും ഞാൻ കോളേജിൽ പോകുമ്പോ മുത്തശ്ശിയോട് വന്ന് പറഞ്ഞിട്ടാ പോവാറ്. ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി. ആ ദേഷ്യം കൊണ്ടാ മുത്തശ്ശി ഒന്നും കഴിക്കില്ലെന്ന് വാശി പിടിക്കുന്നെ. അതെ ഉമ മുത്തശ്ശി, ഇതിനൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചോറുണ്ണാതിരിക്കോ? ഉള്ള ചോറ് വാരി വേഗം തിന്നാൻ നോക്ക്. പെണങ്ങല്ലേ മുത്തശ്ശി, അറിയാതെ പറ്റിപ്പോയതല്ലേ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഭക്ഷണം കഴിക്കേ. ഇപ്പൊ മുത്തശ്ശി കഴിച്ചില്ലെങ്കിൽ ഇനി ഞാനും ഒന്നും കഴിക്കില്ല. എനിക്ക് ഈ പിടിവാശിയൊക്കെ പഠിപ്പിച്ചെന്നത് മുത്തശ്ശി തന്നെയല്ലേ. ആരുടെ ഭാഷ ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇത് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്റെ ഉണ്ണാവൃതം ആരംഭിക്കണോ? എന്നാ ഞാൻ വാരിത്തരാം. എന്താ, ഇനി കുറച്ച് വെള്ളം കുടിക്കാം. ഓക്കേ, വെരി ഗുഡ്. ഭക്ഷണം കഴിച്ചു. ഭക്ഷണം സമാധാനായത്. മുത്തശ്ശി, ഇതെന്റെ ഫ്രണ്ട് ചിത്ര. നമസ്കാരം മുത്തശ്ശി. മുത്തശ്ശിയുടെ പേര് രാധ എന്നാ. ഈ മുത്തശ്ശിയാ എന്നെ ചെറുപ്പം മുതലേ വളർത്തിയത്. സംസാരിക്കാൻ കഴിയില്ല എന്റെ മുത്തശ്ശിക്ക്. വേറൊരാൾക്ക് മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അമ്മ എന്ന വാക്ക് എവിടെ കേട്ടാലും എന്റെ മുത്തശ്ശിയുടെ മുഖം എനിക്ക് ഓർമ്മ വരും. സീതേ, സാറിന് ഫോൺ വന്നായിരുന്നു മോളെ. നാളെ നിന്നെ കാണാൻ ചെക്കന്റെ വീട്ടുകാർ വരുന്നുണ്ട്. ലേഡീസിനെ കൊണ്ട് സിറ്റിയുടെ പോയി കഴിഞ്ഞാൽ പോലീസുകാർ പണി തരും. മോളിവിടെ ഇറങ്ങിക്കോട്ടാ. സൂക്ഷിച്ചിറങ്ങാട്ടാ. ഇതെന്തൊരു പോക്കാ? അപ്പോഴേക്ക് പിണങ്ങിയല്ലേ? എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. ഈ മുഖം കാണാൻ ഒരു ഭംഗിയില്ല. സാരമില്ല, അതിനിപ്പോ നിനക്കെന്താ വേണ്ടേ? എന്തിനാ ഇപ്പൊ ഇത്രയ്ക്ക് ദേഷ്യം? പുറത്തേക്ക് വന്ന ഭയങ്കര സ്നേഹം, റൂമിനകത്താണേലും ഒളിച്ചു കളിയും. ഓ, അതിനാണല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ എന്നോട് ആദ്യം പ്രപ്പോസ് ചെയ്യല്ലേ വേണ്ടത്? അതുകൊണ്ടാണോ? ഞാനെന്തൊരു മണ്ടനാണെന്ന് നോക്കാം. വിഷമിക്കണ്ട, ഇനി സമയമുണ്ടല്ലോ. നമ്മുടെ കല്യാണം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന ഒരു കല്യാണമാണ്. അത് കഴിഞ്ഞിട്ടും നമുക്ക് പരസ്പരം സ്നേഹിക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നേന്നെ തുടങ്ങാം. നിങ്ങളിപ്പോ പ്രപ്പോസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട, എന്നെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ, നിങ്ങൾ വിചാരിച്ച കാര്യം ഉടനെ നടക്കും. അത് സിമ്പിൾ അല്ലേ? നിന്നെ കൊണ്ട് ഓക്കെ പറയിക്കാൻ എനിക്കൊരു നിമിഷം മതി. ഇപ്പൊ കണ്ടോ, അല്ലേ ജാടെ കേട്ട് പറഞ്ഞു എങ്ങനെ പ്രപ്പോസ് ചെയ്യും ഭഗവാനെ.
എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? എന്താ? ഒരു മിനിറ്റ്. ഗംഗെ, I love you. ഞാൻ ഇംപ്രസ്ഡ് ആയില്ല. ഗംഗെ, I love you. ഞാൻ ഇംപ്രസ്ഡ് ആയില്ല. സത്യമായിട്ട് നീ ഇംപ്രസ്ഡ് ആയില്ലേ? ഞാൻ ഒട്ടും ഇംപ്രസ്ഡ് ആയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിന്റെ ഈ കഥ പറയുന്ന കണ്ണുകളാ എന്നെ അറിയാതെ നിന്നിലേക്ക് അടുപ്പിച്ചത്. ഗംഗെ, ഐ ലവ് യു. ഇതൊക്കെ അല്ലേ? നീ ചുമ്മാ പറയുന്ന, നീ ഇംപ്രസ്ഡ് ആയി കാണും. നീ പൊടി. നിങ്ങൾ എപ്പോഴോ എന്നെ ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞതാ. പക്ഷെ നമ്മളിവിടെ വന്നത് പരിഹാര പൂജ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അതൊന്നും നിങ്ങളോട് പറയാൻ പറ്റാതെ ശ്വാസം മുട്ടുക ഞാൻ. ഈ റിസോർട്ടിൽ വെച്ച് തന്നെ ഞാൻ നിന്റെ കഥ കഴിക്കൂടി. അതിനായി നീ കാത്തിരുന്നു. ദേവസേനെ, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ മോക്ക് ഞാൻ മുടി ചീക്കി തരില്ലായിരുന്നോ? എന്തിനാ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഓരോന്നൊക്കെ ചെയ്യുന്നത്? തിരിഞ്ഞിരിക്കെ, ഞാൻ മോളുടെ തല ചീക്കി പൊട്ടു വെച്ചു തരാം. വേണ്ട ആന്റി, ആന്റി എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കുവായിരിക്കില്ലേ? അത് തടസ്സപ്പെടുത്തണ്ട ആന്റി. ഗംഗ ചേച്ചി എനിക്ക് തനിയെ മുടി ജീവാനൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം. ചൂടാ, മോളെ സ്കൂളിൽ ചേർക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതിനു മുന്നേ എല്ലാം സ്വയം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞല്ലേ നീ? മിടുക്കി. ഇതൊന്നും എന്റെ മിടിക്കൊണ്ടല്ല ആന്റി, ഇതെല്ലാം എന്റെ അമ്മയുടെ കിട്ടിയത് എനിക്ക്. അതിനു മുന്നേ എല്ലാം സ്വയം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞല്ലേ നീ? മിടുക്കി. ഇതൊന്നും എന്റെ മിടിക്കൊണ്ടല്ല ആന്റി, ഇതെല്ലാം എന്റെ അമ്മയുടെ കിട്ടിയത് എനിക്ക്. മോളോട് പറഞ്ഞു ജയിക്കാൻ എന്നെ കൊണ്ടാവില്ല. ശരി, മോള് വേഗം റെഡി ആയിട്ട് വാ. ഞാൻ മോക്ക് ഭക്ഷണം എടുത്തു വെക്കാം.
നിനക്ക് ആപത്ത് വരുന്നുണ്ട് മോളെ. ഈ റൂമിൽ നിന്ന് നീ പുറത്തേക്ക് പോ. അച്ചാച്ചനടുത്ത് പോയി ഇരിക്കും മോളെ. ദേവസേനെ, നീ അവളുടെ അടുത്ത് ഒറ്റയ്ക്ക് ഇരിക്കല്ലേ. അവൾ നിന്നെ എന്തെങ്കിലും ചെയ്യും. പുറത്തേക്ക് പോ ദേവസേനെ. ചെയ്യാൻ തന്നെ ആടി പോകുന്നേ. അയ്യോ അയ്യോ, എടി, എന്റെ കുഞ്ഞിനെ നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഇറങ്ങി പോടി ഈ മുറിക്ക് പുറത്ത്. അവളൊരു കൊച്ചു കുട്ടിയല്ലേ, അവൾ ഒന്നും ചെയ്യരുത്. നീ ഒന്നും അറിയാത്തൊരു പാവം എന്റെ മോള്. ഇതുവരെ നിന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ ഇനി ദേവസേനയെ വെച്ച് എനിക്ക് ആ നിധിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലായി. എന്തൊക്കെ ഈ പറയുന്നേ? എന്റെ മോളെ വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നേ? എടി, എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ കുഞ്ഞിനെ വിടാൻ. എടീ, പുറത്തു വെച്ച് നിന്റെ കുഞ്ഞിനെ കൊല്ലാമെന്നാ ഞാൻ കരുതിയത്. അതല്ല, നീ ഇവിടെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നിന്റെ കൺമുൻപിൽ വെച്ച് തന്നെ ഞാൻ ദേവസേനയെ കൊല്ലും. എന്റെ മോളെ കൊല്ലാൻ പോകുന്നുണ്ടോ? നിന്റെ കാല് ഞാൻ പിടിക്കാം. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവളെ വെറുതെ വിട്ടേ. ദേവസേനെ, ദേവസേനെ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അച്ഛാ, ആ ചാമുണ്ടി നമ്മുടെ ദേവസേനെ കൊല്ലാൻ പോവാ. അവളെ രക്ഷിക്കച്ച. ചോദിച്ചു കേട്ടില്ലേ പറയാൻ? എന്ത് ചെയ്യാന്ന്?